അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം സമയം ഉച്ച 1 മണി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ബട്ട് ലെറ്റ്സ് ഗോ. അപ്പം ഉച്ച 1 മണി തൊട്ട് 3 മണി വരെ നമ്മുടെ ഓവർ ടൈമാണ്. ഈ 2 മണിക്കൂർ നമ്മൾ നാവിഗേഷൻ അല്ല ചെയ്യുക, നമുക്ക് എക്സ്ട്രാ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഷിപ്പിൻ്റെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ തേർഡ് ഓഫീസർ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് കാണാം. ഇതാണ് നമ്മുടെ ഷിപ്സ് ഓഫീസ്. അങ്ങനെ ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ. ഇത് ചീഫ് ഓഫീസർ കമ്പ്യൂട്ടർ, ഇലക്ട്രീഷ്യൻ്റെ കമ്പ്യൂട്ടർ. സെക്കൻഡ് ഓഫീസറും തേർഡ് ഓഫീസറും ഇതാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ നമ്മളിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ മെയിൻ്റനൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടാസ്കുകളുണ്ട് ഒരു തേർഡ് ഓഫീസറിന്. ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ തേർഡ് ഓഫീസർ അണ്ടറിലാണ്. നാവിഗേഷൻ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷേ ഇതും എൻ്റെ ജോബിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ എന്നാലും കമ്പനി എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് തരുന്നുണ്ട് ഈ അഡീഷണൽ ജോബ് ചെയ്യണതിന്. എന്നോട് നമ്മൾ ജോബിനോടൊരു ആത്മാർത്ഥത കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഓവർ ടൈം ചെയ്യാൻ പോണതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു പണിയുണ്ട്. പണിയല്ല, എൻ്റെ റെസ്റ്റ് അവർ ഒന്ന് ക്ലോസ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഷിപ്പിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, എത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം, ഇത് കംപ്ലീറ്റ് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കണം, ഇത്ര മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യണം. അല്ലാണ്ട് തോന്നിയ പോലെ വർക്ക് ചെയ്യാനും ഒന്നും പറ്റില്ല. ഇത്ര സമയം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പർലി ഫോളോ ചെയ്യണം. അപ്പം 19th ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 19th ഓക്കെ സെയിം ആണ്, ഒന്നും മാറ്റാനില്ല. അത് അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഷിപ്പ് മാനേജർ. നമ്മളെ ഷിപ്പിൻ്റെ ഖുറാന്, ബൈബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ് സാധനങ്ങളും ഇതിലുള്ളത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യേണ്ട മാനുവൽസ്, ചെക്ക് ലിസ്റ്റുകൾ, ഫോമുകൾ, ഷിപ്പിലേക്ക് സാധനം ഓർഡർ ചെയ്യൽ, മെയിൻ്റനൻസ്, സേഫ്റ്റി ടാസ്ക്, അങ്ങനത്തെ കംപ്ലീറ്റ് സംഭവം ഇതിലുള്ളത്. നമുക്ക് സേഫ്റ്റി ടാസ്ക്കാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. സേഫ്റ്റി ടാസ്കിൽ പോവാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് ഇവിടെ അങ്ങനെ കാണിക്കും. അതായത് കമ്പ്യൂട്ടർ ഭയങ്കര സ്ലോ ആണ്. അപ്പം സെൻ മാർക്കോ മേഴ്സ്ക് തേർഡ് ഓഫീസർ. അപ്പോൾ തേർഡ് ഓഫീസർ അണ്ടറിലുള്ള പെൻഡിങ് ഉള്ള ജോബ് ഇവിടെ ഉണ്ടാവും. നമുക്ക് ഈ യെല്ലോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും ദിവസമുണ്ട്, ഡ്യൂ ആയിട്ടില്ല. ഓറഞ്ച് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡ്യൂ ആയി കിടക്കുകയാണ്. അപ്പം ഇതിലൊക്കെ യെല്ലോ ആണ്, നമുക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷേ നമുക്ക് ഒരു ടാസ്ക് ഓൾറെഡി പെൻഡിങ് ഉണ്ട്, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന് പോർട്ടായതുകൊണ്ട് നമുക്ക് അത് പോയി കംപ്ലീറ്റ് ചെയ്യാം. പുതിയ ടാസ്കുകളൊന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ നമുക്ക് അത് പോയി കംപ്ലീറ്റ് ചെയ്ത് വരാം. അപ്പം ഇത് എൻ്റെ ഡ്രോയറാണ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിതിൽ കീപ്പ് ചെയ്ത് വെക്കും. ഇതാണ് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനൊരു എക്സ്റ്റിംഗ്വിഷർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാണ്ടായിരുന്നു നമ്മുടെ സ്റ്റിയറിംഗ് റൂമിൽ. അപ്പം അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെല്ലാ മന്തും ഇൻസ്പെക്ട് ചെയ്തിട്ട് സൈൻ ചെയ്യുന്ന ഒരു പേപ്പറാണ്. അപ്പം പുതിയ എക്സ്റ്റിംഗ്വിഷറാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അതിന്മേ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ മന്തിൽ സൈനും ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രോപ്പർ PP നമ്മൾ ഡെക്കിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും PP ധരിക്കണം. അങ്ങനെ പ്രോപ്പർ PP ഒക്കെ ഇട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ റൂമിലേക്ക് പോവാണ്. സ്റ്റിയറിംഗ് ഗിയർ റൂം നമ്മുടെ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിലാണ് സ്റ്റിയറിംഗ് ഗിയർ റൂമുള്ളത്. അവിടുത്തെ എക്സ്റ്റിംഗ്വിഷറാണ് നമുക്ക് ഈ സൈൻ ചെയ്യണ സീറ്റ് വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോവാം.
ഇതൊക്കെ കണ്ടെയ്നറാട്ടോ. ഇതാണ് ഷിപ്പ് വലിയതായുള്ള കുഴപ്പം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിൽ 333 മീറ്റർ നടക്കണം. ഫയർ ഹൈഡ്രന്റ് ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെ എല്ലാവരും അണ്ടറിലും കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. എല്ലാവരും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ് മൊത്തത്തിൽ സെറ്റപ്പ് ആവും. അപ്പോൾ നമ്മൾ പോപ്പ് ഡെക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ആഫ്റ്റ് സ്റ്റേഷൻ. ഇത് മൂറിംഗ് വിഞ്ചാണ്. ഷിപ്പ് അലോങ് സൈഡ് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കയറും കാര്യങ്ങളൊക്കെ അതിമേലുള്ളത്. ഇതൊക്കെ ഞാൻ ഷിപ്പിൻ്റെ ടൂറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളെ ജോബിലേക്ക് പോവാം. ഇതാണ് സ്റ്റിയറിംഗ് ഗിയർ റൂം. സ്റ്റിയറിംഗ് ഗിയർ റൂമിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഷിപ്പ് ടൂറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ എക്സ്റ്റിങ്ക്വിഷറാണ് നമ്മൾ മാറ്റിയത്. അപ്പം ഇതിന്മേലാണ് നമുക്ക് ടാഗ് ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ടാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മന്തിൽ ചെക്ക് ചെയ്തതിൻ്റെ സൈൻ ഇടാം. അപ്പോൾ നമ്മൾ ടാഗ് ഫിക്സ് ചെയ്ത് ഈ മന്തിൽ ചെക്ക് ചെയ്ത സൈനും ഡേറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ചെക്കാ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മളെ CO2 റൂം. അപ്പം ഇവിടെയുള്ള എക്സ്റ്റിങ്ക്വിഷർ കഴിഞ്ഞ മാസം ജൂലൈ 17 ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ആഗസ്റ്റ് ഈ മന്തിലെ ചെക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷർ ഫുൾ നല്ല പ്രോപ്പർ കണ്ടീഷനിലാണോ നോക്കണം. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. എക്സ്പയർ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇത് DCP എക്സ്റ്റിങ്ക്വിഷറാണ്, അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ. ഇതിൻ്റെ ഉള്ളിലൊരു കെമിക്കൽ പൗഡറാണ്, അതാണ് എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം. പിന്നെ CO2 എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, വാട്ടർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, അങ്ങനെ കുറേ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. നമ്മൾ ഷിപ്പിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ DCPയും CO2 ആണ്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ മീറ്റർ നോക്കണം. ഇതിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ആ നീഡിൽ എപ്പോഴും ഗ്രീനിലായിരിക്കണം. അത് റെഡിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ ഓക്കെ ആണ്. പിന്നെ ഈ പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റലായിട്ടുള്ള ഡിസ്ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കിംഗ് പിന്നാണിത്. ഈ ലോക്കിംഗ് പിന്ന് അവിടെ പ്രോപ്പറായിട്ടുണ്ടോയെന്ന് നോക്കണം. പിന്നെ ഇതിമ അധികം പൊടിയും ചളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് പ്രോപ്പർലി നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഒരു എക്സ്റ്റിങ്ക്വിഷർ പുറത്തോട്ട് എടുത്തിട്ട് നമ്മളിതൊന്ന് ഷെയ്ക്ക് ചെയ്യണം എല്ലാ മാസവും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഡ്രൈ കെമിക്കൽ പൗഡർ ഒരു കേക്ക് രൂപത്തിലാവും. അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുത്ത് മാറ്റാനും അത് റീഫിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ഷെയ്ക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് എല്ലാം സെറ്റായി എക്സ്പയറി ഒക്കെ നോക്കി അതിൻ്റെ മീറ്റർ റീഡിങ് ഗ്രീനിലാണെന്ന് ഉറപ്പ് വരുത്തി, എക്സ്റ്റിങ്ക്വിഷർ നല്ല കണ്ടീഷനിലാണ് ഉറപ്പ് വരുത്തി, ബെൽറ്റും എല്ലാം
പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം. ഫോൺ കൈ പിടിച്ച് സൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആഗസ്റ്റത്തെ ചെക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഡേറ്റും സൈനോട്ട്. അങ്ങനെ ഇതാണ് നമ്മൾ എക്സ്റ്റിങ്ക്വിഷറിൽ ചെയ്യുന്ന ചെക്ക്. അങ്ങനെ നമ്മൾ ഓൺ ബോർഡുള്ള എല്ലാ എക്സ്റ്റിങ്ക്വിഷറും നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓൺ ബോർഡ് എക്സ്റ്റിങ്ക്വിഷർ എവിടെയൊക്കെ ഉള്ളതെന്നുള്ള ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. ഇത് ഫുള്ളും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്ക് ഇടേണ്ടതുണ്ട്. ഇഷ്ടം പോലെ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. ഇത് കുറേ പേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം അതാണ് നമ്മൾ പരിപാടി. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യേണ്ട വീഡിയോ എടുക്കില്ല, അതാണ് നമ്മൾ ചെയ്യണത്. അപ്പം 3 മണി വരെയാണ് എൻ്റെ ഓവർ ടൈം. 3 മണിൻ്റെ ഉള്ളിൽ ഞാൻ പറ്റണതൊക്കെ ചെക്ക് ചെയ്യും, ബാക്കി നാളെ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യണ ഓവർ ടൈം. ഇതുപോലെ എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സും ഒരുപാടുണ്ട്. ഫയർ ഡോറ്, ഫയർ നോസിൽ, ഹൈഡ്രൻറ്റ്, അങ്ങനെ ഫയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനാണ് ഡീൽ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ ചെയ്യണ പണി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ PP ലോക്കർ. ഇവിടെയാണ് നമ്മളെ ലോക്കറും നമ്മളെ PPEസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ജോബൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചപ്പൽ എടുത്ത് നമ്മുടെ PPE ഒക്കെ ഉള്ളോട്ട് എടുത്ത് വെക്കാം. സേഫ്റ്റി ഷൂസ്, ഗ്ലൗസ്, ഹെൽമെറ്റ്. ഓക്കെ, കത്താം. അങ്ങനെ 8 to 12 ബ്രിഡ്ജ് വാച്ച്. അത് കഴിഞ്ഞ് 12 to 1 മണി ലഞ്ച് ബ്രേക്ക്. അത് കഴിഞ്ഞ് 1 മണി to 3 മണി ഓവർ ടൈം. അതൊക്കെ കഴിഞ്ഞ് ഇനി 3 മണി to 4 മണി വരെ എന്താ പരിപാടി നോക്കാം. നമ്മളെ കയ്യിലൊരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഊഹിക്കാവുന്നതാണ് എന്തായിരിക്കും പരിപാടിയെന്ന്. ഇതാണ് നമ്മളടുത്ത പരിപാടി. അല്ലാണ്ട് വെള്ളടിയല്ല, വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ട് വിചാരിച്ചിട്ട്. ജിമ്മാണ്. അപ്പം ഒരുവിധം എല്ലാ എക്യുപ്മെൻസും ഉണ്ട് ഇവിടെ. ഈ സൈഡിലുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയും കുറച്ച് എക്യുപ്മെൻസും പഞ്ചിങ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. ഒരു സോണിൻ്റെ ഒരു കിഡിലുള്ള സ്പീക്കറുണ്ട്, നല്ല ബാസൊക്കെ ഉള്ള. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി വർക്കൗട്ടൊക്കെ കൊണ്ട് വന്നോളും. അപ്പോൾ നമുക്ക് നമ്മളെ ബിഗ് ഡോഗ്സ് തന്നെ തുടങ്ങാം. ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡാർട്ടർ നോക്കാം. നല്ല ഉന്നുള്ളതുകൊണ്ട് പറ്റാത്ത കിട്ടി. കുഴപ്പമില്ല, നമുക്ക് ജിം ചെയ്ത് മോട്ടിവേറ്റ് ആവാം. അങ്ങനെ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് ടയർഡാണ്. നമ്മളൊരു 3 to 4 ജിം ചെയ്ത് ഇനി 4 മണി തൊട്ട് 4:30 വരെ എന്താ പരിപാടി നോക്കാം. അഗൈൻ വെള്ളക്കുപ്പി ഉണ്ട്, തോർത്തുമുണ്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും സ്വിമ്മിങ് പൂളിലേക്ക് കാണുന്നു, പക്ഷെ എല്ലാം പൂള് ഞാൻ യൂസ് ചെയ്യില്ല. ഇവിടെ ഈ ഷിപ്പിൽ ഇൻഡോർ പൂളാണ്, ഒരു വൈബില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പൂള്. ഇൻഡോർ ആയതുകൊണ്ടൊരു വൈബില്ല, പക്ഷേ അധിക ഷിപ്പിലും ഔട്ട്ഡോറാണ്. ഇവിടെ ഒരു കാർ റേസിംഗ് ട്രാക്കൊക്കെ ഉണ്ട്. അത് ഈ ക്യാപ്റ്റൻ ഇത് യൂസ് ചെയ്യലില്ല. അടുത്ത ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൂർണമെൻറ്റ് നടത്തും. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെ പരിപാടി എനിക്കറിയില്ല. നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളെ 4 മണിൻ്റെ ഷെഡ്യൂളാണിത്. അപ്പം വേറെ ഒന്നുമല്ല,
ഇതാണ് പരിപാടി. ഇതാണ് സോന ബാത്ത് ചെയ്യാൻ പോകണം നമ്മൾ. ഇതൊരു സ്റ്റീം ബാത്ത് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ സ്റ്റെപ്സൊക്കെ ഇവിടെ വെക്കാം. ആദ്യം ഓണാക്കണം. ഉള്ളിലത്തെ ലൈറ്റ് ഓണാക്കാം. ലൈറ്റൊക്കെ ഓണായിട്ടുണ്ട്. നല്ല മരം കൊണ്ടുണ്ടാക്കിയൊരു സെറ്റപ്പ് റൂമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരു സ്റ്റൗവാണ്. ഉള്ളിൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഹീറ്റാവുമ്പോൾ നമുക്ക് വേണ്ടി ടെമ്പറേച്ചർ വെക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു ബക്കറ്റും ഒരു കോരിയൊക്കെ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ വെള്ളം എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ സ്റ്റീമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് സ്റ്റീമാവും. അങ്ങനെ നമുക്ക് വേണ്ടി ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. നോർമലി ഞാൻ 70 ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യൽ. നമുക്കിത് 70ലേക്ക് ഇടാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് 70 ടെമ്പറേച്ചർ ആവും. ഇത് നല്ല ഹീറ്റാവും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇതിലിങ്ങനെ വെച്ചോട്ട് കഴിഞ്ഞാൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് 70 ടെമ്പറേച്ചറും നല്ല സ്റ്റീമും ഒരു അരമണിക്കൂർ. ഇതാണ് ടൈമർ. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റാണ് ഈ സാൻഡ് ഫുള്ള് ഇവിടെ എത്തുന്നത്. ഞാൻ അരമണിക്കൂറാണ് നോർമലി യൂസ് ചെയ്യൽ. ഒരു അരമണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. പിന്നെ മെൻ്റലിയും ഒരു നല്ലൊരു ഉന്മേഷവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ആണ്. പിന്നെ ലൈറ്റ് ഇതാ, ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനൊക്കെ ഉള്ള എക്യുപ്മെൻ്റാണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്തിടാം. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഹീറ്റാവും. അപ്പോൾ അതാണ് നമ്മളെ അടുത്ത പരിപാടി. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. 5 മിനിറ്റായി. നല്ല ചൂടായിട്ടുണ്ട് ഇത്. അപ്പം ഞാനിതിൻ്റെ ഉള്ളിലോട്ട് ഫോൺ എടുക്കണില്ല. കാരണം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് കൊണ്ടുപോകണം അത്ര സേഫല്ല. ഫുള്ള് ചൂടും പുകയൊക്കെ ആണ്. അപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ വലിയ റിസ്ക് ആയിരിക്കും എടുക്കുന്നത് ഫോൺ ഉള്ളോട്ട് കൊണ്ടായാൽ. അപ്പം അത് ഞാൻ എടുക്കില്ല. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ബൈ. നമ്മളെ അരമണിക്കൂർ സോനാബാത്ത് കഴിഞ്ഞിട്ടുണ്ട്. റിലാക്സേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. അടിപൊളി സാധനം. അപ്പോൾ എൻ്റെ ഈ ഷിപ്പിൽ നമ്മളെ ക്യാബിനത്തെ ബെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഇതാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. റൂം പോകണം. നല്ലൊരു ഷവർ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് ഒരു പവർ നാപ്പ്. കാരണം 40 മിനിറ്റ് പവർ നാപ്പ് അടിക്കാൻ പറ്റുള്ളൂ. കാരണം 5:30ക്ക് ഡിന്നറാണ്. ഇവിടെ ഷിപ്പിൽ ഡിന്നർ 5:30ക്കാണ്. അപ്പോൾ ഞാൻ ഷവറൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു 4:50 ആവും. പെട്ടെന്ന് ഒരു 40 മിനിറ്റ് പവർ നാപ്പ് അടിക്കാം, ഡിന്നറിന് പോവാം. അപ്പം 5:30ക്ക് കാണാം. 5:30ക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. സീ യു സൂൺ. ബൈ. മൊബൈൽ ബാർബിക്യൂ പരിപാടിക്കുള്ള പിഗ് റെഡി ആയി കൊണ്ടൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നുമില്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented നല്ല ഹലാലായിട്ടുള്ള സാധനങ്ങളും ഉണ്ട് നമുക്ക്. ബീഫ്, പോർക്ക്, ഫിഷ്, ചിക്കൻ,
അവിടെ നല്ല ഗ്രില്ലും ഉണ്ട്. വേണ്ടി എടുക്കുക, ഗ്രില്ല് ചെയ്യുക, അടിക്കുക. അങ്ങനെ നമ്മൾ രാത്രിത്തെ വാച്ച് ചെയ്യാൻ വന്നതാണ്. രാത്രി 8 മണി തൊട്ട് 12 മണി വരെ, രാവിലത്തെ പോലെ തന്നെ, രാവിലെ 8 to 12 പോലെ തന്നെ രാത്രി 8 to 12. അതാണ് തേർഡ് ഓഫീസറുടെ ടൈം. അപ്പം സെയിം ഇവിടെ വരും, ചീഫ് ഓഫീസർ റിലീവ് ചെയ്യും, ഹാൻഡ് ഓവർ ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്യുക, രാവിലത്തെ പോലെ തന്നെ. അപ്പം പുള്ളി ഹാൻഡ് ഓവർ ചെയ്ത് പുള്ളി പോയി. ഇനി 4 മണിക്കൂർ നമ്മുടെ വാച്ചാണ്. രാത്രി പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. ലോഗ് ബുക്ക് ഫില്ല് ചെയ്യുക, ഹാൻഡ് ഓവർ ചെക്ക് ലിസ്റ്റ്. പിന്നെ നമുക്ക് രാവിലെ നമ്മൾ എല്ലാ എക്യുപ്മെൻസിനും ഡേ മോഡിലേക്ക് ഇട്ടെങ്കിൽ രാത്രി നമ്മളെല്ലാം നൈറ്റ് മോഡിലേക്കാക്കും. അങ്ങനെ കംപ്ലീറ്റ് എക്യുപ്മെൻസും കംപ്ലീറ്റ്ലി ഡാർക്കാക്കും. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രാത്രി നമ്മൾ നാവിഗേറ്റ് ചെയ്യണത് നമുക്ക് പുറത്തുള്ള ഷിപ്പൊന്നും കാണാൻ പറ്റില്ല. പുറത്ത് കംപ്ലീറ്റ് ഡാർക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഷിപ്പ് വരുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷിപ്പിന് നാവിഗേഷണൽ ലൈറ്റ് ഉണ്ടാവും, റെഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ലൈറ്റ്, പിന്നെ ഈ ലൈറ്റിൻ്റെ ആസ്പെക്റ്റ്, അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സംഭവമാണ്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് ഇങ്ങനെ വരുന്നത്, അത് റെഡ് കണ്ടു കഴിഞ്ഞാൽ ആ ഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ കാണുന്നത്, ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ റൈറ്റ് സൈഡാണ് കാണുന്നത്. അങ്ങനെയൊക്കെ വെച്ചിട്ട് ആസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഷിപ്പിൻ്റെ പൊസിഷനും ഇതൊക്കെ മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഈ കംപ്ലീറ്റ് ലൈറ്റും ഡാർക്ക് ആക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ലൈറ്റ് ഭയങ്കര ബ്രൈറ്റായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് വിൻഡോമിൽ അതിൻ്റെ ഡിഫ്ലക്ഷനായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഡിഫ്ലക്ഷൻ നമ്മൾ കാണുമ്പം നമ്മളത് വേറെ ഷിപ്പാണ് അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് കാണുന്ന ലൈറ്റാണെന്ന് നമുക്ക് മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നല്ല രീതിക്ക് ഡിം ചെയ്ത് വെക്കണം. അങ്ങനെ ബ്രിഡ്ജ് ഫുള്ള് ഡാർക്കാക്കും. അപ്പോൾ നമ്മൾ ഐ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ ഐ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള ഓരോ ചെറിയ ലൈറ്റ് വരും, നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പം ഓപ്പൺ ഓഷനാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കോഫി ഉണ്ടാക്കുക, കുടിക്കുക, വാച്ച് എൻജോയ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ലൈറ്റൊക്കെ നമുക്ക് ഡിം ചെയ്യാനുള്ളതാണ്. അതൊക്കെ ഞാൻ പതിയെ ഡിം ചെയ്തുകൊണ്ട്. പിന്നൊരു കാര്യം, ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺസെറ്റ് മുതൽ അടുത്ത സൺറൈസ് വരെ നമ്മൾ ബ്രിഡ്ജിൽ ഒറ്റക്കായിരിക്കില്ല, നമുക്കൊരു ഡ്യൂട്ടി AB അസിസ്റ്റൻസ് ആയിട്ടുണ്ടാവും. അപ്പം അത് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഐ എന്നുള്ള ലെവലിൽ നമുക്കൊരു എക്സ്ട്രാ AB ഉണ്ടാവും ലുക്കൗട്ടിന് വേണ്ടിയിട്ട്. അപ്പം പുള്ളിക്കാരനും ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രിഡ്ജിലുണ്ടാവും.
ലോങ് റേഞ്ച് സ്കാനിങ് ചെയ്തിട്ട് വല്ല ട്രാഫിക്കോ വല്ല ബസ്സലോ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം രാത്രി നമുക്ക് ഷിപ്പ് കാണാത്തതുകൊണ്ട് ഫുള്ള് ലൈറ്റ് വെച്ചാണ് നാവിഗേഷൻ. അപ്പോൾ അതിന് നമുക്ക് 2 എക്സ്ട്രാ ഐയും കൂടി ഉണ്ട്. അപ്പം AB രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ, പകൽ ഡ്യൂട്ടി ഓഫീസർ ഒറ്റക്കായിരിക്കും. അതല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലെ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ തന്നെ രാത്രിയും ചെയ്യുന്നു. പിന്നെ രാത്രി ഭയങ്കര പീസായിരിക്കും. നമ്മൾ ടെലിഫോണിലായാലും റേഡിയോയിലായാലും ആരും വിളിക്കാനൊന്നുമില്ല. കാരണം എല്ലാവരും ഉറങ്ങായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും. നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള വാച്ചാണ് രാത്രി. റേഡിയോ ഓഫാക്കി ടെലിഫോണിലും ആരും വിളിക്കില്ല. പീസായിട്ട് ഇരുന്ന് നാവിഗേറ്റ് ചെയ്താൽ മതി ഷിപ്പ്. ഇതാണ് നമ്മുടെ എഗ്ഡിസ്. അതായത് പണ്ടൊക്കെ പേപ്പർ ചാർട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പം ഒക്കെ ഇലക്ട്രോണിക് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ ഏകദേശം ഇത് അവിടെ ഉള്ളത്. അതാ സൗത്ത് അമേരിക്കയിൽ നിന്ന് നമ്മളങ്ങനെ അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്തിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് പോവാണ്. ലോങ് വോയേജാണ്. നമ്മൾ ഏകദേശം ഇവിടെ ആണുള്ളത്. അപ്പം ഇനിയും കുറേ പോകാൻ കിടക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഓപ്പൺ ഓഷ്യനാണ്. അതാണ് വാച്ച് ഇത്ര പീസ്ഫുൾ. കാണിച്ചു തരാം. ഇല്ല, മിഡിൽ ഓഫ് ദി ഓഷനാണ്. അവിടെ ഉണ്ടോ 4652 മീറ്റർ ആണ് ആഴം ഇവിടെ. അപ്പം ഏകദേശം അത്രക്ക് മിഡിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് ഉണ്ടാവും ആൾട്രേഷൻ വരെ ഇല്ല, നേരാണ്. നോർമലി ഇങ്ങനെ ഒന്നല്ല ഉണ്ടാവും, കുറേ ആൾട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രി ആൾട്രേഷൻ ആണ് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ. പക്ഷെ എപ്പോഴും ലോങ് വോയേജ് ഈസ് ദി ബെസ്റ്റ്. പീസ്, റിലാക്സ്. പിന്നെ രാവിലെ ഒരു കോമ്പസ് എറർ എടുക്കണതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം രാത്രി നമുക്ക് സണ്ണില്ലാത്തതുകൊണ്ട് നമ്മൾ മൂണ് വെച്ചിട്ടായിരിക്കും കോമ്പസ് എറർ എടുക്കുക. മൂണ് അല്ലെങ്കിൽ സ്റ്റാർസ്. ഓരോ സ്റ്റാറിന് ഓരോ പേരുണ്ട്. നമ്മൾ സ്റ്റാർ ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റാർ വെച്ചിട്ടോ അല്ലെങ്കിൽ മൂണ് വെച്ചിട്ടോ കോമ്പസ് എറർ. സ്റ്റാർ ഒന്നും വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ മൂണ് വെച്ചിട്ടാണ് കോമ്പസ് എറർ എടുക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളെ രാത്രി നമ്മളെ ബ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടാവുക. എക്യുപ്മെൻസിൻ്റെ ചെറിയ ലൈറ്റ് വെച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഡാർക്കായിരിക്കും. പുറത്തും ഡാർക്കായിരിക്കും, ഉള്ളിലും കംപ്ലീറ്റ് ഡാർക്കായിരിക്കും. എക്യുപ്മെൻറ്റിൻ്റെ ചെറിയ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഓഫീസറൊക്കെ ഡ്യൂട്ടിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് എടുക്കും ഐസ് ഒന്ന് റെഡി ആവാൻ. കാരണം പുള്ളിക്കാരന് ക്യാബിനിൽ നിന്ന് വരില്ല ഫുൾ ലൈറ്റിൽ. പെട്ടെന്ന് ഇവിടേക്ക് വരുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഐസ് ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ അഡാപ്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പുള്ളി ഫുൾ അഡാപ്റ്റ് ആയതിന് ശേഷമേ ഞാൻ ഹാൻഡ് ഓവർ കൊടുത്തിട്ട് താഴോട്ട് പോവുള്ളൂ. അപ്പം അതാണ് നമ്മൾ നൈറ്റ് വാച്ച്. ഇങ്ങനെ വാച്ച് കഴിഞ്ഞു. നമ്മൾ പോകുന്നത് ഓഫീസേഴ്സ് മെസ് റൂം. അപ്പോൾ നമുക്കൊരു ബ്രെഡ് കഴിക്കാം. വിശക്കുന്നുണ്ട്.
ഒരു പീസ് ബ്രെഡ് കഴിക്കാം. മുറിക്കാൻ പറ്റണില്ല, വീഡിയോ ക്ലോസ് ചെയ്തിട്ട് മുറിച്ചിട്ട് തുടങ്ങാം. ഒരു മിനിറ്റ് ഓവനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇവിടെ ടബാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പെപ്പർ സോസ് ഉണ്ട്. ഇതും ബ്രെഡും എനിക്ക് ലൈക്ക് കഴിക്കണം. ഞാൻ വാച്ച് കഴിഞ്ഞ് വന്നാൽ അതാ കഴിക്കൽ. പിന്നെ നൂഡിൽസ് ഉണ്ട് അവിടെ, നമ്മുടെ നോർമൽ മാഗി പോലത്തെ പാക്കറ്റ് നൂഡിൽസ് ഉണ്ട്, അത് കഴിക്കാം. പിന്നെ നൂഡിൽസ് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂഡിൽസ് കഴിക്കും.